എല്ലാവർക്കും നമസ്കാരം. അക്വാകൾച്ചർ മേഖലയിൽ ഒരു വിപ്ലവമായി മാറിക്കൊണ്ടിരിക്കുന്ന വനാമി ചെമ്മീൻ കൃഷിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി സംസാരിക്കാനുള്ളത്. 4 മുതൽ 5 ടൺ വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വാണിജ്യാടിസ്ഥാനത്തിലുള്ള ചെമ്മീൻ കൃഷി പ്രോജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് വിശദമായി നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ബയോഫ്ലോക്കിൽ നിന്ന് മാറിക്കൊണ്ട് കുറച്ചുകൂടി അപ്ഡേറ്റഡ് വെർഷൻ ആയിട്ടുള്ള ഡയാറ്റം കൾച്ചറാണ് നമ്മളിതിന് ഉപയോഗപ്പെടുത്തുന്നത്. 3 മാസ കാലയളവ് കൊണ്ട് 4 മുതൽ 5 ടൺ വരെയാണ് ഇതിന്റെ ഉൽപാദന ശേഷി. 30 മീറ്റർ നീളവും 30 മീറ്റർ വീതിയും വരുന്ന ഭൂമിയിൽ കുഴിയെടുത്ത നിലയിലോ അല്ലെങ്കിൽ മെറ്റൽ ടാങ്കിന്റെ രൂപത്തിൽ ആകൃതിയിൽ പണിതെടുത്തതുമായ ടാങ്കിനകത്താണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. ഒരു വർഷത്തിൽ കൃത്യമായി ഒരു നഴ്സറി പോണ്ടിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ കൃത്യമായി 4 ഹാർവസ്റ്റ് നമുക്കൊരു വർഷത്തിൽ സാധ്യമാണ്. ഓരോ ഹാർവസ്റ്റിലും ഏറ്റവും കുറഞ്ഞത് 4 ലക്ഷം രൂപ വരുമാനം ലഭിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേവലം ഒരു പ്ലാനിങ് എന്നുള്ളതിനപ്പുറത്ത് വളരെ കൃത്യമായി കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തി വരുന്ന സക്സസ്ഫുൾ ആയ പ്രോജക്ട്സ് നിങ്ങൾക്ക് നേരിട്ട് കാണുവാനും ഇതിന്റെ സീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുതൽ ഹാർവസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള മുഴുവൻ പ്രൊസീജിയേഴ്സും, സീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഇതിന്റെ പ്രോഫിറ്റബിലിറ്റി, പ്രൊഡക്ടിവിറ്റി, സ്റ്റോക്കിംഗ് കപ്പാസിറ്റി, അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അടക്കം അവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയ ശേഷം കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി ഈ രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വയ്ക്കുന്നത്. കേരളത്തിലും വിദേശത്തുമായുള്ള സംരംഭകർക്ക് ഇത്തരത്തിലൊരു പുതിയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ അതിന്റെ സാധ്യതകളെക്കുറിച്ചും അതിന്റെ രീതികളെക്കുറിച്ചും ഇതിന്റെ ലാഭസാധ്യതകളെക്കുറിച്ചും ഒക്കെ കൃത്യമായി വിലയിരുത്താൻ കഴിയുന്ന ഒരവസ്ഥയൊരുക്കുക എന്നതാണ് ഒന്നാം ഘട്ടമായി ഞങ്ങളൊരു സ്റ്റഡി ഫേസ് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യമായി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനുമുള്ള ആളുകൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളെ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോജക്റ്റുകളിലേക്ക് ആനയിച്ചുകൊണ്ട് ഇതിന്റെ വിശദ വിവരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന സബ്സിഡി സ്കീമുകളെ കുറിച്ചും അതിന്റെ വിശദ വിവരങ്ങളും ഇതിന്റെ കൂടെ വരുന്ന മറ്റു വീഡിയോകളിലൂടെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്രോജക്റ്റിനെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. 22 സെന്റ് സ്ഥലമാണ് ഒരു കുളം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഒരു സ്ഥല സൗകര്യം എന്ന് പറയുന്നത്. 22 സെന്റ് സ്ഥലത്ത് നമ്മൾ നിർമ്മിക്കുന്ന ഈ ഒരു പോണ്ടിനകത്ത് നിന്ന് 3 മാസം കൊണ്ട് 4500 മുതൽ 5000 കിലോ ചെമ്മീനുകളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഈ ഡയാറ്റം കൾച്ചർ എന്ന് പറയുന്ന ടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് നമുക്ക് പറയാവുന്നത്. ഈ പറയുന്ന കൃഷി വളരെ വിജയകരമായി കൊല്ലമടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത് നടന്നു വരുന്നുണ്ട്. നേരിട്ട് കാണാനുള്ളവർക്ക് കൃഷി നടക്കുന്ന ഇടവും നേരിട്ട് വന്ന് കാണാം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ചെല്ലാനം ഭാഗത്ത് നമ്മുടെ പുതിയ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സൈറ്റ് നേരിട്ട് കാണേണ്ടവർക്കും ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ അറിയാവുന്നതാണ്. ഇനി ഇത്തരത്തിൽ കൃഷി ആരംഭിക്കാൻ കഴിയുന്ന സ്ഥലം സ്വന്തമായി ഇല്ലാത്ത ആളുകൾക്ക് അത് ലീസിന് കിട്ടാവുന്ന രീതിയിലോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലോ കടലിനോട് ചേർന്നോ അതല്ലെങ്കിൽ ഉപ്പുവെള്ളം ലഭ്യമാവുന്ന പ്രദേശങ്ങളിൽ ലീസിന് ലഭിക്കാവുന്ന സ്ഥല സൗകര്യമടക്കം ഫൈൻ അക്വാ സിസ്റ്റംസ് എന്ന നമ്മുടെ സ്ഥാപനം തയ്യാറാക്കി നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ചെല്ലാനം ഭാഗത്ത് കാണുന്ന ഈ ഒരു പ്രോജക്റ്റിന് വലിയൊരു സബ്സിഡിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സബ്സിഡിയുടെ വിശദാംശങ്ങളും അതിന് വേണ്ടുന്ന സൗകര്യങ്ങളും എല്ലാം ചെയ്തു തരുന്നതടക്കം അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ അറിയിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ ചെല്ലാനം പ്രോജക്റ്റിൻ്റെ ഓരോ ഘട്ടങ്ങളിലുമുള്ള പുരോഗതി കൂടി വിവരിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഇനിയും ഈ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോകൾക്കായി കാത്തിരിക്കുക. കൂടുതൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാഫിസ് അബൂബക്കർ.